കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് ഇഡിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. ഇഡി ഉദ്യോഗസ്ഥർ 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും വഴങ്ങാതായപ്പോൾ സ്വത്ത് കണ്ടുകെട്ടി ദ്രോഹിക്കുകയാണെന്നും ബിഷപ്പ് ജെയിംസ് ജോർജ് 24-നോട് പറഞ്ഞു. ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ തന്നെയും ഭാര്യയെയും വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥർ അപമാനിച്ചുവെന്നും ബിഷപ്പ് ജെയിംസ് ജോർജ് പ്രതികരിച്ചു. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ കേസിൽ ഇഡിക്ക് തന്നെ പരാതി നൽകിയതാണ് തനിക്ക് പറ്റിയ പിഴവെന്ന് പറയുകയാണ് ബിഷപ്പ് ജെയിംസ് ജോർജ്. സത്യവീർ സിംഗ്, കൊല്ലം സ്വദേശി മോഹനൻ, ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്നിവരാണ് തന്നോട് പണം ആവശ്യപ്പെട്ടത്. പലതവണ ഏജന്റുമാരെ വിട്ടു. രാഹുൽ, വിപിൻ എന്നിവരാണ് ഏജന്റുമാരായി വന്നതെന്നും ജെയിംസ് ജോർജ്. ആദ്യം ചോദിക്കുന്നത് അലി എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരൻ ഒരു ഏജന്റ് ഈ കേസ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്നു. ഞാൻ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു പോരുന്നു. പൈസ ചോദിച്ച മോഹനോട് ഞാൻ പറഞ്ഞു, അന്ന് 1 കോടി കൊടുത്ത് എനിക്ക് വേണമെങ്കിൽ അങ്ങ് മാറാമായിരുന്നു. എന്റെ കയ്യിൽ ഇല്ല മോനെ, അതുകൊണ്ട് മാറിയില്ല. കാരണം മോഹനൻ കൊല്ലക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയും സ്വാതന്ത്ര്യം എടുത്തത്. പക്ഷേ മോഹൻ ഇവരുടെ വലിയ ഏജന്റാണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. മോഹനാണ് ഇവരുടെ മെയിൻ ഏജന്റ്. ആരോപണ വിധേയർക്കെതിരായ പരാതി അന്വേഷിക്കാൻ അതേ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇഡി നിയോഗിച്ചത്. തന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ ഇഡി സോണൽ ഓഫീസ് പണം വാങ്ങാനുള്ള താവളമായാണ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. ഇഡിയുടെ കൊല്ലത്തെ പരാതി അവര് മുക്കിയെന്നുള്ളത് എനിക്കറിയാം. എന്നെ എറണാകുളത്ത് കത്രിക്കടവിലുള്ള CBI ഡയറക്ടറെ വിളിച്ചു വരുത്തി ഓഫീസിൽ. അവസാനം എല്ലാം പറഞ്ഞ് തിരുമേനി പറഞ്ഞ എല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കാൻ കേരള പോലീസിന് പറ്റത്തില്ല. പിന്നെ കേരള പോലീസ് FIR എടുത്തൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് FIR എടുക്കാനും പറ്റില്ല. തീർന്നില്ലേ? പിന്നെ എന്തിനാ നമ്മളെ എറണാകുളത്ത് വിളിച്ചു വരുത്തി? പാർട്ടിക്കാർ അറിഞ്ഞാൽ ഒന്നും നടക്കില്ല. പാർട്ടിക്കാർ അറിയരുതെന്ന് ഇവർ നിർബന്ധം പിടിക്കുമെന്നും ജെയിംസ് ജോർജ് പറഞ്ഞു. വേലി തന്നെ വിളവ് തിന്നുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ കോഴക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് 24.